ഈ കാണുന്ന ഈ മസ്ജിദിൽ 4 മദ്ഹബുകൾക്കും ക്ലാസ് എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ടായിരുന്നുവത്രേ. ഈജിപ്ത് ഭരിച്ച സുൽത്താൻ ഹസന്റെ മക്ബറയാണ് ഈ കാണുന്നത്. അദ്ദേഹം തന്നെ നിർമ്മിച്ച ഖുർആൻ വെക്കാനുള്ള സ്റ്റാൻഡും. ഇന്നത്തെ ചരിത്രവിശേഷങ്ങൾ ഈജിപ്തിലെ 2 മസ്ജിദുകളെ കുറിച്ചാണ്. സുൽത്താൻ ഹസൻ മസ്ജിദും റിഫായി മസ്ജിദും. വ്യത്യസ്തമായ സമയങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഈ 2 മസ്ജിദും ഈജിപ്തിന്റെ ഭരണമാറ്റ പകർപ്പിന്റെ നേർസാക്ഷി കൂടിയാണ്. സിറ്റാഡൽ സലാഹുദ്ദീൻ അയ്യൂബിക്ക് കുറുകിലായി ഓൾഡ് കൈറോയിൽ തന്നെയാണ് ഈ 2 മസ്ജിദും സ്ഥിതി ചെയ്യുന്നത്. 1362 നിർമ്മാണം പൂർത്തിയായ ഹസൻ മസ്ജിദിന് ഏകദേശം 663 വർഷം പഴക്കമുണ്ട്. മസ്ജിദ് ഈ കാണും പോലെയാണ്. തുറന്ന നടുമുറ്റം, അതിനു മധ്യത്തിൽ ഒരു ജലാശയം, 4 ഭാഗത്തും ഇവാൻ. സുൽത്താൻ ഹസൻ മസ്ജിദ് ഒരു മദ്രസ കൂടിയായിരുന്നു. 4 ഇവാനുകൾ ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടത് 4 മദ്ഹബുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയായിരുന്നു അത്രേ. ഇന്നും ആ ക്ലാസുകൾ തുടർന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ശ്രദ്ധേയമാണ്. 4 ഇവാനുകളിൽ ഏറ്റവും മനോഹരമായി തോന്നിയത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗം തന്നെയാണ്. സുൽത്താൻ ഹസനെ മറവ് ചെയ്തത് ഈ മസ്ജിദിൽ തന്നെയാണ്. തികച്ചും രാജകീയ പ്രൗഢിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മക്ബറയും തുടർന്നുള്ള ഭാഗങ്ങളുമൊക്കെ കാണാൻ സാധിക്കുക. അദ്ദേഹം തന്നെ നിർമ്മിച്ച ഖുർആൻ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡും അവിടെ കാണാൻ സാധിക്കും. തുടർന്നുള്ള കാഴ്ചകൾ റിഫായി മസ്ജിദിന്റെ വിശേഷങ്ങളായിരിക്കും.